ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഷെയ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഷെയ്ക്കുകളൊക്കെ നമ്മൾ ഇത് കൂൾ ബാറിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇത് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മല്ലു ബിസ്ക്കറ്റ് ഷേക്ക് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഷേക്ക് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ സസ്പെൻസ് ഇപ്പോൾ തന്നെ ഞാൻ പൊളിക്കുന്നില്ല. മഴ വില്ലനായിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാമ എന്നും സുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അനുഗ്രഹമാണ്. അപ്പം ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആസ്വദിക്കേണ്ട ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭംഗിയാണ്. നല്ല ചൂട് കട്ടൻ കാപ്പിയും കുറച്ച് മിച്ചറും അതുപോലെ തന്നെ നമ്മുടെ പഴമ ഉണർത്തുന്ന അല്ലെങ്കിൽ ഗൃഹാതുരത്വം തോന്നുന്ന രീതിയിൽ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ചായയിൽ ഇങ്ങനെ മുക്കി അതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ മനസ്സിൽ തോന്നിയത്. ആ ഐഡിയ നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ ഷെയ്ക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം ആവശ്യമാണ്. പഴം എന്ന് പറഞ്ഞാൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ റോബസ്റ്റ പഴമുണ്ട്. അപ്പോൾ എല്ലാ പഴമുണ്ട്. പൈനാപ്പിൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു ഷോയ്ക്ക് എടുത്ത് വെച്ചു എന്നുള്ളൂ. പൈനാപ്പിളിന് ആവശ്യമില്ല. അപ്പോൾ വേണമെങ്കിൽ ഗാർണിഷിന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പൂവമ്പഴം തൊലി കളഞ്ഞ് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഇത് തൊലി കളയൽ ഒരു ചെറിയ പണിയാണ്. ഭയങ്കര വലിപ്പമായതുകൊണ്ടേ ഉണ്ടോ, നല്ല മധുരമാണ്. നമുക്കിത് തൊലി കളഞ്ഞ് എടുക്കാം. ഇതല്ല പഴം വളരെ ശ്രദ്ധാപൂർവം വേണം പൊളിക്കാൻ. അപ്പോൾ ഇത്രയും നമ്മുടെ ഈ പൂവമ്പഴം മാത്രം ഒറ്റയ്ക്കിരുന്ന എങ്ങനെയാണ്? കൂട്ടിന് നമുക്കൊരു റോബസ്റ്റേനെ കൂടി ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നതല്ലേ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് പഞ്ചസാര എല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. ഞാനിടുന്നത് ഒരു 5 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായിട്ട് ഇഷ്ടത്തിന്. ഷുഗർ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം, കുറച്ച് മതിയവർക്ക് കുറച്ച് മതി, അല്ലെങ്കിൽ ഇടാണ്ടവർക്ക് ഇടണ്ട. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പഞ്ചസാര, പൂവമ്പഴം, നമ്മുടെ റോബസ്റ്റ ഒരെണ്ണം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ഐറ്റം നമ്മുടെ മോഡയുടെ ചോക്ലേറ്റ് ബാറാണ്. ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് പീസ് മതി. ഇത് എൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെ എന്ത് സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഡയറി മിൽക്കോ 5 സ്റ്റാറോ എന്താണെങ്കിലും കുഴപ്പമില്ല. ആ സാധനം ഇതിലേക്ക് ഇട്ടാൽ മതി. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വന്നാൽ മതി, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ചായി. അപ്പോൾ കറക്റ്റ് ആ ചോക്ലേറ്റ് ബാറിൻ്റെ ഷേപ്പൊക്കെ പോയി. കാരണം നല്ല ചൂടായിരുന്നല്ലോ, വേനൽക്കാലം ആയിരുന്നില്ലേ. അപ്പോൾ ആ ചൂടൊക്കെ കൊണ്ട് സാധനമൊക്കെ ഒന്ന് മെൽറ്റായി എല്ലാം ഒരേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ചോക്ലേറ്റ് നമുക്ക് എടുക്കാം. മോഡയുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ചോക്ലേറ്റ് ബാറാണ് ഇത്. മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ചോക്ലേറ്റുകളൊക്കെ നല്ല റാപ്പിലൊക്കെ പൊതിഞ്ഞ് വരുന്ന കിടിലൻ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബാർ മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങളത് കയറി കണ്ടോ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ പറമ്പിലൊക്കെ നിന്നിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ ഉറുമ്പുകൾക്കൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. പറന്നെത്തും ഇപ്പോൾ തന്നെ. അതിനു മുമ്പ് നമുക്ക് പരിപാടി തീർക്കണം. നമ്മുടെ ചോക്ലേറ്റ് ബാർ നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അടിപൊളി ചോക്ലേറ്റാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പരിപാടി തുടങ്ങാം. പാൻ അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ ഈ പാനിലേക്ക് ഇട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം.
അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അത് നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങാം. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിളപ്പിച്ച തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഇതിലേക്ക് ചോക്ലേറ്റ് ബാറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ചോക്ലേറ്റിൻ്റെ ഇതെന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഫ്റ്റ് ആയിരിക്കും. അതായത് ഒരുപാട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചുമ്മാ കത്തിപ്പോകുന്നതാണ്, ആ ഒരു ഉരുകി ഒരു വശം കെട്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ഒരുപാട് ചൂടിലേക്ക് ഇടല്, ഒരു ലൈറ്റ് ചൂട് മാത്രമേ പാടുള്ളൂ. ചോക്ലേറ്റ് കൈ പിടിച്ചാൽ തന്നെ അലിഞ്ഞു വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ചെറിയ ചൂടാക്കിയിട്ട് അതിലേക്ക് വേണം മിക്സ് ചെയ്യാൻ. ഓക്കെ, അപ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടും തണുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് തന്നെ നോക്കിയേ നിങ്ങൾ, ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ വെയിലാണ്, ചൂടാണ്, അതുകൊണ്ട് തന്നെ കണ്ടോ ഉരുകാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് അധികം ഒരുപാട് ചൂടില്ല. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫുള്ള് ചോക്ലേറ്റൊക്കെ ഇതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക്. ഇതിന് നമുക്ക് അരച്ച് വെച്ച നമ്മുടെ ഈ പഴത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലതായിട്ട് മിക്സിയിൽ അരച്ചെടുത്താണ്, നല്ല ടൈറ്റായിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഒരുപാട് കടന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ ഇതിലേക്ക് ആയിക്കോളും. കണ്ടോ, ഈ കളറൊക്കെ മാറി അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലേ. പലരും നമ്മുടെ ഈ ടൈപ്പുള്ള ബിസ്ക്കറ്റുകളെയൊക്കെ കളിയാക്കുന്നതാണ്, പട്ടി ബിസ്ക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരു വലിയ ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കൂടുതൽ ആളുകളും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇതുപോലുള്ള ബിസ്ക്കറ്റുകളായിരിക്കും. ഇത് നല്ല ഹോർലിക്സിൻ്റെ അടിപൊളി ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ച് പൊടിക്കുകയാണ്, ഒരുപാട് പൊടിക്കുന്നില്ല, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബിസ്ക്കറ്റ് അതിൻ്റെ കൂടെ ഇട്ട് ഇത്രയും ബിസ്ക്കറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ ആ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ആ ചോക്ലേറ്റിൻ്റെ ഇതും ആ ബിസ്ക്കറ്റിൻ്റെ ഇതും എല്ലാം കൂടെ ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. മുകളിൽ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇതേപോലെ പൊടിക്കുക, ഇങ്ങനെ കൈ വെച്ച് പൊടിക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് മിക്സറും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മല്ലു ബിസ്ക്കറ്റ് ഷേക്കൊക്കെ അവിടെ കിഡിലനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാനൊക്കെ എങ്ങനെയുണ്ട്, പൊളിയല്ലേ സാധനം. ഇതിന് നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം, എന്നിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കുകയല്ലേ? ഓക്കെ അല്ലേ, കഴിക്കട്ടെ? കഴിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കോരി എടുക്കാം. കണ്ടോ, ഇതിങ്ങനെ സ്കൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഈ ബിസ്ക്കറ്റിന് കൂട്ടി വേണം എടുക്കാൻ. ഇതിങ്ങനെ എടുത്ത് നല്ല റിച്ച് സാധനമാണ്. ബിസ്ക്കറ്റും ചോക്ലേറ്റും തമ്മിൽ ഇത്രയും കോമ്പിനേഷൻ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിയുന്നത്. ബിസ്ക്കറ്റും ചോക്ലേറ്റും പഴവും കൂടി വരുമ്പോൾ ഇല്ലേ, കിഡിലൻ സാധനം എന്ന് പറഞ്ഞാൽ കിഡിലൻ സാധനം. എന്താണ് പറയുക, ഓ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ് സാധനം. ഇങ്ങനെ അലുത്ത് പോവാണല്ലേ, അലുത്ത് പോവാന്ന് സൂപ്പർ ഉണ്ടോ. എൻ്റെ പൊന്നു മാൻ, ഇതിൻ്റെ പകുതി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഞാൻ ചുമ്മാ അറിയല്ല. ഉണ്ടോ കഴിച്ചു നോക്കി. അടിപൊളി. ആ ബിസ്ക്കറ്റിൻ്റെ അതിങ്ങനെ വായിൽ അലുത്ത് പോകുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അല്ലേ. കിടു വിടു സാധനം കേട്ടോ. പഴത്തിൻ്റെ ഒരു ചെറിയ പുളിയും ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള ആ ഒരു ഫീലൊക്കെ ഇല്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഞാനിപ്പം ഓവറാക്കി കുളവാക്കുന്നില്ല, സംഭവം കിഡിലിനാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ. ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൻ്റെ പകുതി കഴിഞ്ഞു. നല്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ഇടണം കേട്ടോ, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്.
മോത്തക്കായി തോന്നുന്നില്ലേ. നല്ല കിടിലൻ ഐറ്റമാണ്, എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. ചോക്ലേറ്റ് വിട്ടോ, ചോക്ലേറ്റ് ഇതിന് പകരം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും നമുക്കിപ്പം ഒരു മിഠായി ആണെങ്കിൽ അതുപോലെ വാങ്ങുന്ന ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് പൊടിച്ചിട്ടാൽ മതി. അതുപോലെ സൂപ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പറയുന്നത്. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ഉറപ്പായിട്ട് വിടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ചാനലിൻ്റെയോ അല്ലെങ്കിൽ ഇതുമായിട്ട് നമ്മൾ ക്യാമറ എടുക്കുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ എന്ത് ഇതുണ്ടെങ്കിലും ഓപ്പണായിട്ട് ഫീൽ ഫ്രീ ആയിട്ട് നമ്മളെടുത്ത് പറയാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾ തന്നെ കാണിക്കണം. എങ്കിലേ നമ്മൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ, പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എടുത്ത് പറയണം. അതൊക്കെ എടുത്ത് പറയണം, എങ്കിൽ മാത്രമേ നമുക്കത് പറയാം. നമ്മളിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻറ്റിനും നമ്മൾ അതുപോലെ വില കൽപ്പിക്കുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇട്ടുക. അതെന്താണ് ഞാൻ ചോദിച്ചാൽ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ചാനലിൽ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണണ്ടേ. അതുവരേക്കും പീസ്. It's not a game, it's a rich thing.